ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ ശ്രദ്ധേയമായി പറയുന്നൊരു കാര്യമുണ്ട്. പ്രാർത്ഥനയുടെ പരിപൂർണ രൂപമാണ് പരിശുദ്ധ കുർബാന. മറ്റേതു പ്രാർത്ഥനയ്ക്കും ഇല്ലാത്തതും പരിശുദ്ധ കുർബാനയ്ക്കുള്ളതുമായ ചേരുവകളെ, സ്വർഗം നിശ്ചയിച്ച കൃപാവഴികളെ ഒന്ന് ധ്യാനമാക്കിയാൽ നമുക്കത് മനസ്സിലാവും. പരിശുദ്ധ കുർബാന ഉൾച്ചേരാത്തതായിട്ട് പ്രാർത്ഥനകളൊന്നുമില്ല. പ്രാർത്ഥനയ്ക്ക് വേണ്ട അടിസ്ഥാനപരമായ ദൈവസ്തുതികളും ആരാധനകളും നന്ദിയും യാചനകളും ഇതെല്ലാം ചേർന്ന് അതിമനോഹരമായിട്ട് സ്വർഗം തന്നെ വിഭാവനം ചെയ്ത സഭയിലൂടെ, സഭാപിതാക്കന്മാരിലൂടെ, വിശുദ്ധരിലൂടെ നമുക്കായിട്ടു കൈമാറിക്കിട്ടിയ ഏറ്റവും വലിയ നിധിയാണ് ഈ പരിശുദ്ധ കുർബാന. അതുകൊണ്ട് തന്നെയാണ് ട്രെൻഡ് കൗൺസിൽ പറയണത്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥനകളിൽ പരിശുദ്ധ കുർബാനയേക്കാൾ വലിയൊരു പ്രാർത്ഥനയില്ല. വിശുദ്ധ പീറ്റർ ജൂനിയന്മാർ പറയുന്നില്ലേ, വിശുദ്ധ കുർബാനയേക്കാൾ ശ്രേഷ്ഠമായൊരു പ്രാർത്ഥനയോ ഉന്നതമായൊരു പ്രവൃത്തിയോ ഈ ലോകത്തിൽ വേറെയില്ല. ദൈവത്തിൻ്റെ കൈവശമുള്ള ഈ പ്രപഞ്ചത്തിന് നൽകപ്പെട്ട ഏറ്റവും വലിയ പ്രാർത്ഥന അത് പരിശുദ്ധ കുർബാനയാണ് എങ്കിൽ ആ പ്രാർത്ഥനയോടൊരു വിശ്വാസം ചേരേണ്ടത് എല്ലാ ദിവസവും അനുഗ്രഹത്തോടുകൂടെ, അപേക്ഷകൾ മാത്രമായിട്ടല്ല, സ്തുതികളോടും ആരാധനയോടും നന്ദിയോടും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുമായിരിക്കണം. ഇപ്പം ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയായി പരിശുദ്ധ കുർബാനയെ കാണേണ്ടതുണ്ട്. ദൈവം നൽകിയ നന്മകളെ ഓർത്തെടുക്കേണ്ട ഒന്നായി ഈ കുർബാനയെ നാം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ കൃപാവഴികളോട് ചേർന്ന് ജീവിക്കാനുള്ള അഭിഷേകം യാചനകളായി ചേർത്ത് വയ്ക്കണം. അതുകൊണ്ട് ഓരോ പരിശുദ്ധ കുർബാനയും ഒരു വിശ്വാസിയെ ക്ഷണിക്കുന്നത് നാം പോലും അറിയാതെ സങ്കല്പാതീതമായിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ ആത്മീയ വഴിയിലേക്കാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് മനോഹരമായിട്ട് വിശുദ്ധ കുർബാനയുടെ ആത്മീയതയെ അവതരിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയുകയാണ്: വിശുദ്ധ കുർബാന ആത്മീയ അഭ്യാസങ്ങളുടെ സൂര്യനാണ്, ഭക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്, ഭക്താഭ്യാസത്തിൻ്റെ ആത്മാവാണ്, ദൈവിക ഉപവിയുടെ തീയാണ്, ദൈവകരുണയുടെ അഗാധമാണ്, ദൈവകൃപ ചൊരിയുന്ന പവിത്രമായ ഒന്നാണ്. എന്ന് വെച്ചാൽ ഒരു പരിശുദ്ധ കുർബാനയിൽ ഒരു വിശ്വാസി പങ്കെടുക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം അറിഞ്ഞും അറിയാതെയും ഈ ആത്മീയ അഭ്യാസത്തിൻ്റെ, പ്രാർത്ഥനയുടെ പരകോടിയിലേക്ക് ജീവിതത്തെ എത്തിക്കാൻ ദൈവം അനുവദിക്കുകയാണ്. ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം ഈ കുർബാനയ്ക്ക് മുമ്പിലിരിക്കുന്ന ചില ജീവിതങ്ങളൊക്കെ നമ്മളെ വല്ലാതെ വിസ്മയിപ്പിക്കുന്നുണ്ട്. ഓരോ വിശുദ്ധരും ജീവിതത്തിലൂടെ പഠിപ്പിക്കുന്ന ആത്മീയത, പ്രാർത്ഥന വിരസതയാകുമ്പം, പ്രാർത്ഥന മടുപ്പിലാകുമ്പം വിശുദ്ധരൊക്കെ പോയിട്ട് ഈ നിത്യാരാധനയ്ക്ക് മുമ്പിൽ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിനരികിലിരുന്നിട്ട് അവർ പറയാണ്, എന്തെന്നില്ലാത്ത ആത്മീയ അനുഭൂതിയിലേക്ക് അത് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. സങ്കല്പിക്കാൻ കഴിയാത്ത വിധം അത് ജീവിതത്തിന് വലിയ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുന്നു. മറ്റു പ്രാർത്ഥനകളുമായിട്ട് ഈ വിശുദ്ധ കുർബാനയെ തുലനം ചെയ്തുകൊണ്ട് വിശുദ്ധരും ആത്മീയ പിതാക്കന്മാർ പറയും, മറ്റു പ്രാർത്ഥനകളൊക്കെ വിശുദ്ധ കുർബാനയുടെ ചൈതന്യത്തിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. ജപമാല പ്രാർത്ഥന വിശുദ്ധ കുർബാനയുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധർ പറയുന്നത്, ജപമാല പ്രാർത്ഥന വിശുദ്ധ കുർബാനയോട് തുലനം ചെയ്യുമ്പം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം കുർബാന അതിൻ്റെ ഔന്നത്യത്തിലാണ്. ദിവ്യകാരുണ്യ സന്നിധിയിൽ ചൊല്ലുന്ന ജപമാലകളൊക്കെ കൂടുതൽ ശ്രേഷ്ഠമാണ്. പരിശുദ്ധി അമ്മയോടുള്ള ആത്മീയ ചിന്തകളൊക്കെ അനുഗ്രഹീതമാണ്. എങ്കിലും പരിശുദ്ധ കുർബാനയോട് അത്തരം പ്രാർത്ഥനകളെ താരതമ്യപ്പെടുത്തുമ്പം പ്രാർത്ഥനയുടെ പരിപൂർണ രൂപമായി ഈ പരിശുദ്ധ കുർബാന നിലകൊള്ളുന്നത് കൊണ്ട് മറ്റു പ്രാർത്ഥനകളൊക്കെയും അതിൻ്റെ ആ ഔന്നത്യത്തിന് താഴെയേ വരൂ. അതുകൊണ്ടാണ് വിശുദ്ധ ലോറൻസ് ജസ്റ്റീനിയൻ മനോഹരമായിട്ട് ഇങ്ങനെ പറഞ്ഞു വെക്കുക, ജപമാല സാധാരണവും അപൂർണവുമായൊരു പ്രാർത്ഥനയാണ്. വിശുദ്ധ കുർബാന ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ്. അതിൻ്റെ പ്രത്യേകതയായിട്ട് പറയാണ്, ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പം കിട്ടുന്ന അനുഗ്രഹം മറ്റ് 1000 തരം പ്രാർത്ഥനകളെക്കാളും അനുഗ്രഹദായകമാണ്. വിശുദ്ധൻ വീണ്ടും പറയാണ്, പരിശുദ്ധ കുർബാനയിൽ ക്രിസ്തുവിൻ്റെ ജീവിതവും മരണവും ഉത്ഥാനവും അവിടുത്തെ ശരീരവും രക്തവും ആത്മാവും അവിടുത്തെ സമഗ്രതയിൽ നാം ധ്യാനിക്കുന്നു. അങ്ങനെയൊരു സമഗ്രതയുടെ ധ്യാനമായിട്ടുള്ളൊരു പ്രാർത്ഥന, ഒരാത്മീയ ചൈതന്യം പ്രപഞ്ചത്തിൽ വേറെ സംലഭ്യമല്ലാത്തത് കൊണ്ട് ഈ പരിശുദ്ധ കുർബാനയാകുന്ന പരിപൂർണതയുടെ പ്രാർത്ഥനയിലേക്ക് പൂർണ്ണതയോടുകൂടിയിട്ട് പങ്കെടുക്കാൻ മുഴുവനസ്സോടെ, മുഴുവൻ ആത്മാവോടെ, മുഴുവൻ ശക്തിയോടെ ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണമെന്നൊക്കെ തിരുവചനം പഠിപ്പിക്കുന്നില്ലേ? പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും സർവ്വശക്തിയോടും കൂടെ. ചില മനുഷ്യരൊക്കെ നമ്മളെ ഇങ്ങനെ വിസ്മയിപ്പിക്കുന്നുണ്ട്.
എന്നുവെച്ചാൽ ഈ പരിപൂർണതയുടെ പ്രാർത്ഥനയിൽ പങ്കാളിയാകുമ്പം നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ട കരുത്തുകൾ, പ്രതിസന്ധികളിലൊക്കെ ബലം, പ്രതികൂലങ്ങളിൽ അനുകൂല സാധ്യതകൾ, സങ്കല്പിക്കാൻ കഴിയാത്ത വിധമുള്ള സഹന സങ്കട നൊമ്പരാനുഭവങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ദൈവത്തിൻ്റെ വലിയ കരുതലും വാത്സല്യവും കൃപകളും ഒഴുക്കപ്പെടുന്നു. ഇത്രയും അനുഗ്രഹത്തിൻ്റെ ഈ സാധ്യതയിലേക്ക് നമുക്കും ചേർന്ന് നിൽക്കണ്ടേ? അറിഞ്ഞുമറിയാതെയും ഇതിനെ പാതിയിലും അവസാനത്തും ഒക്കെ പങ്കെടുത്തിട്ട് അലക്ഷ്യമായിട്ട് കടന്നു പോകുന്ന ജീവിതങ്ങളെ കാണുമ്പം സങ്കടം തോന്നാറുണ്ട്. കാരണം ഇത് ഇത്രയ്ക്ക് വിലയേറിയതാണെന്ന്, ഇത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണെന്നറിയാതെ കുർബാനയ്ക്കിടയിൽ ഫോൺ എടുത്ത് പുറത്തു പോകുന്നവരും, കുർബാനയുടെ സമയത്ത് അലക്ഷ്യമായിട്ട് മറ്റു കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നവരും, ഇതൊരു പരിപൂർണമായ പ്രാർത്ഥനയാണെന്ന ബോധ്യമില്ലാതെ വളരെ അലസമായി ഏതോ ഒരു കാഴ്ച ബംഗ്ലാവിലിരിക്കും പോലെ, ഒരു പബ്ലിക് സ്പേസിൽ പാർക്കിലൊക്കെ ഇരിക്കും പോലെ ശരീരഭാഷ കൊണ്ട് പോലും ഇങ്ങനെ ഈ ആത്മീയതയുടെ അടയാളപ്പെടുത്തലുകൾ ഒന്നുമേ ഇല്ലാതെ നിൽക്കുന്ന ജീവിതങ്ങളെ കാണുമ്പം തമ്പുരാൻ്റെ മുമ്പിൽ സങ്കടം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആത്മീയതയുടെ നിറവായ പ്രാർത്ഥനയെ, അഭിഷേകമായ ഈ ആത്മീയ ചൈതന്യത്തെ നമുക്കും ജീവിതത്തിൽ ഏറ്റുവാങ്ങാം. ഈ യാത്ര ഈ പ്രാർത്ഥനയോടുള്ള അടുപ്പത്തിലും ആഭിമുഖ്യത്തിലും ആഴമുള്ളതാകാൻ സ്വർഗം നമ്മളെ അനുവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ആത്മീയതയുടെ ഏറ്റവും ശ്രേഷ്ഠമായ പരിശുദ്ധ കുർബാനയോട് ഹൃദയപൂർവ്വം ചേരാൻ ഞങ്ങളെ സഹായിക്കണേ. ഈശോയെ, ഈ പ്രാർത്ഥനയിൽ ശരീരം കൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ഞങ്ങൾ ചേർന്ന് നിൽക്കട്ടെ. ചിന്തയും വികാര വിചാരങ്ങളും ഈ പ്രാർത്ഥനയുടെ ഭാഗമാവട്ടെ. അലസതയില്ലാതെ ഉണർവോടെ, ജാഗ്രതയോടെ, ഏകാഗ്രതയോടെ, തീക്ഷ്ണതയോടെ ഈ പ്രാർത്ഥനയിൽ, ഈ പരിപൂർണതയുടെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കാൻ ഞങ്ങളെ സഹായിക്കണേ. പരിശുദ്ധ അമ്മയെ പ്രാർത്ഥിക്കണേ. വിശുദ്ധ കുർബാന എന്ന ഈ ശ്രേഷ്ഠമായ പ്രാർത്ഥനയെ സ്നേഹിച്ച് പ്രണയിച്ച് ജീവിക്കാൻ വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.